വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനിവിടെ പനീർ മസാലയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യം പനീർ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. നമുക്ക് ചെറുനാരങ്ങ നീര് വേണം. അപ്പോൾ നമുക്ക് ആദ്യം പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ പാല് നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇതൊന്ന് തിളയ്ക്കണം. അപ്പോൾ അതേ പാല് നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. തീ ഒന്ന് കുറയ്ക്കാം. നമുക്ക് 4 നാരങ്ങയുടെ നീരാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കണം. തീ ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ട് ഞാൻ. നല്ലോണം പിരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാലിൻ്റെ കളറെല്ലാം മാറിയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ അരിപ്പയുടെ മുകളിൽ ഒരു തുണി വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്ത് അരിച്ചെടുക്കാം. എടുക്കണം. ഇനി നമുക്ക് ഇതൊന്ന് വേറെ പാത്രത്തിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് തണുത്ത വെള്ളത്തിൽ ഇതൊന്ന് കഴുകി എടുക്കണം. നമുക്ക് വെള്ളത്തിലേക്ക് ഒന്ന് ഇറക്കി വെക്കണം. ഇത് നന്നായിട്ടൊന്ന് കഴുകി എടുക്കണം. അത് അപ്പോൾ അന്നേരം ആ നാരങ്ങ നീരിൻ്റെ ആ പുളിരസം ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കഴുകി എടുക്കണേ. 2-3 പ്രാവശ്യം ഇതുപോലെ കഴുകിയെടുക്കണം. ഞാനിതുപോലെ 2 പ്രാവശ്യം കൂടെ ഒന്ന് കഴുകിയെടുക്കട്ടെ. ഇപ്പം ഞാനത് നല്ലവണ്ണം പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പുപൊടി ഇട്ട് നല്ലവണ്ണം ഒന്ന് കൂട്ടി ഇളക്കണം. ഇനി നമുക്കൊന്ന് നല്ലോണം കൂട്ടി വെക്കണം. അത് ടൈറ്റ് ആക്കിയിട്ട് വെക്കണം. നമുക്കിത് ഈ പാത്രത്തിൻ്റെ മുകളിലേക്ക് വെക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒരു പാത്രം കൂടെ വെച്ച് കൊടുക്കാം. നമുക്ക് നല്ല വെയിറ്റ് വെക്കണം. ഞാനിപ്പോൾ ഒരു ഇടിയനാണ് വെക്കുന്നത്. ഇനി ഇങ്ങനെ നമുക്ക് ഒരു മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ വെക്കുകയാണെങ്കിൽ
നല്ല പനീർ കിട്ടും. അപ്പോൾ നമുക്ക് 2 മണിക്കൂർ കഴിയുമ്പോൾ നോക്കാം. അപ്പോൾ നമ്മളിത് വെയിറ്റ് വെച്ചിട്ട് 2 മണിക്കൂറായിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇത്. അപ്പോൾ വെയിറ്റ് വെക്കുമ്പോൾ നല്ല വെയിറ്റ് തന്നെ വെക്കണം, എന്നാലാണ് നമ്മുടെ പനീർ നല്ലതായിട്ട് വരുള്ളൂ. നമ്മുടെ പനീർ നല്ലതായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പനീർ റെഡിയാണ്. അപ്പോൾ ഇനി നമുക്ക് പനീർ മുറിച്ചെടുക്കണം, കട്ട് ചെയ്തെടുക്കാം. ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ പനീറെല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ അതിന് വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പാകത്തിനുള്ള നെയ്യ് ഒഴിച്ചു കൊടുക്കണം. നമുക്ക് ഓരോന്ന് ഇതിലേക്ക് ഇടാം. അപ്പോൾ നമ്മുടെ പനീർ ഒരു സൈഡ് മുരിഞ്ഞപ്പോൾ ഞാനത് മറിച്ചിട്ടു. ഇനി ഈ സൈഡും കൂടി ഒന്ന് മുരിഞ്ഞ് കിട്ടിയാൽ നമുക്കിത് മാറ്റാം. അപ്പോൾ ഇത് 2 വശവും നല്ലോണം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ ഞാൻ എല്ലാ പനീറും കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ പാനിലേക്ക് തന്നെ സവാള വഴറ്റിയെടുക്കണം. അതിലേക്ക് അപ്പോൾ സവാള വഴറ്റാൻ വേണ്ട ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്കതിലേക്ക് പട്ട, ഒരു 4 ഗ്രാമ്പു, 2 ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കണം. ഇത് 1 ടീസ്പൂൺ ഇഞ്ചി ചേർക്കുകയാണ്. 1 ടീസ്പൂൺ വെളുത്തുള്ളി. ഇതിലേക്ക് സവാള, 2 മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞതാണിത്. ഇനി നമുക്കിത് സവാള പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ സവാള ശരിക്കും വഴന്ന് വരണം. അപ്പം നമ്മുടെ സവാള നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ആ ഗ്രാമ്പും പട്ടയൊക്കെ മൂത്ത് വന്നപ്പോൾ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം. നല്ലൊരു കളറും കിട്ടും, എരിവ് കുറവായിരിക്കും. ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ നിറച്ച് ബിരിയാണി മസാലയാണ് ഞാൻ ചേർക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇത് നല്ലവണ്ണം മൂത്ത് കഴിയുമ്പോൾ നമുക്ക് തക്കാളിയുടെ നീര് ചേർത്ത് കൊടുക്കാം. തക്കാളി അരച്ചത്.
ഇത് ഒരു തക്കാളി പച്ചയ്ക്ക് തന്നെ നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുത്തതാണിത്. ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ ഈ തക്കാളിയുടെ വെള്ളമൊക്കെ ഒന്ന് പറ്റണം. അതുവരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി വയ്ക്കാം. ഇപ്പോൾ നമ്മൾ തക്കാളിയുടെ വെള്ളം എല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതൊന്ന് നല്ലവണ്ണം തിളയ്ക്കണം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പ് ആവശ്യമുണ്ടോ എന്ന് നോക്കണം. ഇനി ഇട്ട് കൊടുക്കണമെന്ന് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഗ്രേവി കൂടുതൽ വേണ്ടവർ സവാളയുടെ എണ്ണം കൂട്ടാം, അതുപോലെ തക്കാളിയുടെ എണ്ണം കൂട്ടാം. പിന്നെ ഇതിലേക്ക് ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തു. ഉപ്പൊന്ന് നോക്കട്ടെ. കുറച്ച് ഉപ്പും കൂടെ വേണം. ഇതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളി ചേർത്താൽ മതി. ഇതിന് പകരമാണ് നമ്മൾ ടൊമാറ്റോ സോസ് ചേർക്കുന്നത്. അപ്പം ഞാനിപ്പോൾ സോസ് ചേർക്കുന്നില്ല, അതുകൊണ്ടാണ് പഞ്ചസാര ചേർക്കുന്നത്. പഞ്ചസാരയോടും ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അതിന്. ഇനി നമുക്കിതിലേക്ക് പനീർ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ പനീർ മസാല റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് തിളക്കട്ടെ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ പനീർ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് തലേദിവസം പനീർ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം കറി ഉണ്ടാക്കാനായിട്ട് എളുപ്പമായിരിക്കും. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ പോയി വാങ്ങിക്കാണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ അതല്ലേ നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. താങ്ക്